അസ്സലാമു അലൈക്കും. ഇന്നൊരു വ്ളോഗാണ് കേട്ടോ. ഹോം സീരീസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊക്കെ ഇങ്ങനെ വഴിയേ വരും. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ പറയാൻ വിചാരിച്ചത്, നമുക്കെല്ലാവർക്കും അല്ലേ ഓരോ പ്രശ്നങ്ങളുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. പല ടെൻഷൻസും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ പകുതി നമ്മൾ വിചാരിക്കുകയാണ് ഇന്ന് എല്ലാ പ്രശ്നങ്ങളും ശരിയാവും, അല്ലെങ്കിൽ ഇന്നൊരു നല്ല ദിവസമാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഓരോ ദിവസം എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പകുതി കാര്യങ്ങളൊക്കെ റെഡിയായി അല്ലേ. ബാക്കിയൊക്കെ ഇങ്ങനെ തനിയെ ആയിക്കോളും. നമ്മളെ മൈൻഡ് സെറ്റാണ് പ്രധാനം. എങ്ങനെയാണോ നമ്മൾ ഓരോ കാര്യങ്ങളെ നോക്കി കാണുന്നു, അതിനനുസരിച്ചിരിക്കും ഓരോ കാര്യത്തിൻ്റെയും പുരോഗതിയും. അപ്പോൾ ഇന്ന് നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ ഇഡ്ഡലി കുട്ടികളൊക്കെ അപ്പോഴത്തിന് എഴുന്നേറ്റു. രണ്ടാൾ എണീറ്റു. അപ്പോൾ ഇവരിങ്ങനെ ഡോൾസൊക്കെ ആയിട്ട് എണീറ്റ് വരിക. മിക്ക ദിവസവും അങ്ങനെ തന്നെ. കുറേ നേരം അതൊക്കെ ആയിട്ട് കളിക്കും. പിന്നെ ഇന്നലെ ഞാനിങ്ങനെ ഗാർലിക് പിക്കിള് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തണുത്തിട്ട് കുപ്പിയിലാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പുറത്ത് വെച്ചതായിരുന്നു. അപ്പോൾ നല്ലോണം തണുത്തിട്ടൊക്കെ ഉണ്ട്, കുറച്ച് കട്ടിയായിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ, കുറച്ച് ഇരിക്കുമ്പോൾ എല്ലാ അച്ചാറും ഒന്ന് കട്ടിയാവും. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് വേറൊരു ദിവസം ഉണ്ടാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയപ്പോൾ ഇതിൽ ഞാനൊരു ടിപ്പ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിച്ചിരി പഞ്ചസാര ഇട്ടു. നമ്മൾ സാധാരണ അച്ചാറിൽ പഞ്ചസാര ഇടാറില്ലല്ലോ. അപ്പോൾ ഒരിത്തിരി പഞ്ചസാര ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഒക്കെ ബാലൻസ്ഡ് ആവുകയും ചെയ്യും. വല്ലാത്തൊരു പുളിയുടെ ആ ഒരു കുത്തും വിനീഗറിൻ്റെ ആ ഒരു കുത്തൊക്കെ ഒന്ന് മാറി കിട്ടും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു, പക്ഷേ ഞാനത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. പിന്നെ ഇത് ബ്രഞ്ച് ടൈം ആയിട്ടോ, ഒരു 11:30-12 മണിയൊക്കെ ആയി. അപ്പോൾ ആ ഒരു സമയമായപ്പം കുറച്ച് ഇതൊക്കെ ഇങ്ങനെ സാലഡ് ക്യൂക്കുംബേഴ്സും പിന്നെ ബ്ലൂബെറീസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മുറിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും ഒരു ഗ്ലാസ് ജ്യൂസും കുറച്ച് അതൊക്കെ എടുത്തു, ഞാനും കഴിച്ചു. നമ്മളെപ്പോഴും നമ്മുടെ ആരോഗ്യം കൂടി അതിനിടയിൽ ശ്രദ്ധിക്കണം. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മളും എടുത്തിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇന്ന് ഒരു ബീഫ് ബിരിയാണി ആയിരുന്നു. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മലബാർ സ്റ്റൈൽ ബീഫ് ബിരിയാണി. ഇതൊരു പക്ക മലബാർ സ്റ്റൈലാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. പൊടികളൊക്കെ വളരെ കുറവാണ്. കുറച്ച് പെരിഞ്ജീരകപ്പൊടി, ഒരിത്തിരി ഗരം മസാല, ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, ഈ ഒരു പൊടി മാത്രമേ അതിൽ ചേർക്കണുള്ളൂ. പിന്നെ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, പച്ചമുളകും കൂടി അരച്ചത്. അത് എരിവിന് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് പച്ചമുളക് ഇടുക. പിന്നെ തക്കാളിയും സവാളയും എല്ലാം കൂടിയിട്ട് മല്ലിയില, പുതിനയില നന്നായിട്ട് തൈരും കൂടി ആഡ് ചെയ്ത് കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്ത് ഉപ്പും ഇട്ട് ഒരു ലെമൺ ജ്യൂസ് കേട്ടോ, ഒരു ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് വെക്കുക. ഇറച്ചി കുറച്ച് എല്ലും നെയ്യൊക്കെ ഉള്ള ഇറച്ചിയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റി. അതങ്ങനെ ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ കഷ്ണങ്ങൾ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. എന്നിട്ട് അത് കുക്കറിൽ ഇട്ട് ഒരു 5-6 വിസിൽ വരെ അതിൻ്റെ വേവ് എങ്ങനെയാണോ അനുസരിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കുറേ ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ച് ഞാനിങ്ങനെ വൈകുന്നേരം ഡിന്നറിന് കുറച്ച് കറിയും കൂടി ആക്കാമെന്നുള്ള രീതിയിലാണ് അത് ആക്കിയെടുത്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ ഞാൻ നെയ്ച്ചോറ് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇത് സാധാരണ കൈമ അരി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയൊക്കെയാണ്, വറ്റിച്ചെടുത്ത നെയ്ച്ചോറാണ്. പിന്നെ ഇപ്പുറത്തെ ഞാൻ പറഞ്ഞില്ലേ ബീഫിൻ്റെ കുറച്ച് ഡിന്നറിന് കുറച്ച് ആക്കണമെന്ന്, കറി ആക്കണമെന്ന്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പകുതി ആ ഒരു മസാല ഉണ്ടാക്കിയതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അതിൽ ഒരു 2 പൊട്ടാറ്റോസ് കൂടിയിട്ട് മുറിച്ചിട്ട് ഒരിച്ചിരി തിളച്ച വെള്ളം കൂടി ഒഴിച്ച് ഉപ്പ് നോക്കി ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് നന്നായിട്ട് അത് വേവിച്ചെടുക്കുക. നല്ലൊരു കറിയായിരിക്കും അത്. ഡിന്നറിന് നമുക്ക് പെട്ടെന്ന്, അതായത് ഇപ്പോൾ നമ്മളൊരു മസാല ഓൾറെഡി ഉണ്ടാക്കി അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് വേറൊരു കറി ഉണ്ടാക്കിയതാണ്. പിന്നെ ലാസ്റ്റ് അത് വറ്റി കഴിഞ്ഞ് പൊട്ടാറ്റോസൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് കസൂരി മേത്തി ഇട്ട് കുറച്ച് മല്ലിയിലയും കൂടി തൂവി നമുക്കത് സെർവ് ചെയ്യാം. ഇനി ഇത് ഗ്രേവി സ്റ്റൈൽ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാലോ തേങ്ങാപ്പാലോ ഒക്കെ ഒഴിച്ച് അതൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ നല്ലൊരു ഡിഷ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പണികളൊക്കെ എളുപ്പമായിരിക്കും. കുറേ ടൈം ഓരോ കറികളാക്കി ഇങ്ങനെ നിൽക്കേണ്ട ആ ഒരു ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം. കുറേ ടൈം സേവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ പത്തിരിയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്.
നിങ്ങൾ ഇത് ഇങ്ങനെ ഒന്ന് ഇനി ഉണ്ടാക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കും. ഒരു പാകിസ്ഥാനി സ്റ്റൈൽ ഒരു ആ ഫ്ലേവറൊക്കെ വരും. പിന്നെ അപ്പോൾ ബിരിയാണിയൊക്കെ ഞാനിങ്ങനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ദമ്മിട്ട് രണ്ടും കൂടിയിട്ട് ആ പകുതി മസാലയൊക്കെ ഇട്ട് ദമ്മിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ റെഡിയായി. കുറച്ച് തൈരും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി അച്ചാറും ഒക്കെ കൂട്ടി അതൊക്കെ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സാധാരണ നമ്മൾ കോഴിക്കോട് ആ ഭാഗങ്ങളിലൊക്കെ ഉള്ള ഒരു ബിരിയാണിയാണിത്. വളരെ എളുപ്പമാണ്, പക്ഷെ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗിൽ കാണാം, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി ഇങ്ങനെ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.